സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, പെയ്ഡ് ന്യൂസ് വ്യാപകമായിരുന്നു എന്ന് കണ്ടെത്തിയതിനോടൊപ്പം തന്നെ ഇത് തടയാനായി പാർലമെന്ററി സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തണം. മറ്റൊന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രസ് കൗൺസിൽ എന്നത് മാറ്റി മീഡിയ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് ആക്കി അതിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന് തടയിടണം. ഈ രണ്ട് നിർദ്ദേശങ്ങളും നടപ്പാക്കപ്പെടുന്നതോടുകൂടി പെയ്ഡ് ന്യൂസ് എന്ന മാധ്യമരംഗത്തെ പ്രവണത ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഇലക്ട്രോണിക് മീഡിയയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മീഡിയ കൗൺസിൽ രൂപീകരിക്കണം എന്ന നിർദ്ദേശം ഞാൻ തന്നെ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. പ്രസ് കൗൺസിൽ അതിനോട് യോജിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ആ നിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന തെറ്റല്ല ഇപ്പോൾ മാധ്യമരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമരംഗം വല്ലാതെ മോശമായിരിക്കുകയാണ്. എല്ലാ ധാർമ്മികതയും മൂല്യങ്ങളും നിരസിച്ചുകൊണ്ടുള്ള തീർത്തും ഒരു വിപണി കേന്ദ്രീകൃതമായ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏജൻസിയായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ പെയ്ഡ് ന്യൂസ് എന്ന ഒരു പുതിയ പ്രതിഭാസം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ വിമോചന സമരകാലത്തിൽ തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പണം വാങ്ങിക്കൊണ്ട് അവിഹിതമായ പത്രപ്രവർത്തനത്തിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ അന്നു മുതലേ കേട്ടിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിലെ 3 മുഖ്യ പത്രങ്ങൾക്കെതിരെ ആക്ഷേപം കേരളത്തിലെ പോലീസ് ഇന്റലിജൻസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനൊരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഈ അവസ്ഥയിൽ പ്രമുഖമായ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിട്ടി കമ്പനിക്കാരോ ഖനി ഉടമകളോ അങ്ങനെയുള്ളവർ മാത്രം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളല്ല, അന്തസ്സുള്ള പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ. ബെന്നറ്റ് കോൾമാൻ അന്തസ്സുള്ള സ്ഥാപനമല്ലേ? അവരാണ് മഹാരാഷ്ട്രയിൽ പെയ്ഡ് ന്യൂസിന് ആരംഭപ്പെട്ടത്. ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. നിയമപരമായ ഇടപെടലിന്, നിയന്ത്രണത്തിന് സർക്കാരിന് അവസരം നൽകണം എന്ന് പറഞ്ഞാൽ അതിനോട് വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഒടുവിൽ അപ്രഖ്യാപിതമായ നിയമപരമായ സെൻസർഷിപ്പായി പരിണമിക്കും. പക്ഷേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇതല്ലാതെ മറ്റെന്ത് മാർഗം, നിയമപരമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതല്ലാതെ ഇത്തരം പ്രവണതകൾ തടയാൻ മറ്റെന്താണ് മാർഗം? സ്വയം നിയന്ത്രണം വേണം എന്ന നിർദ്ദേശം പരക്കെ ചർച്ച ചെയ്യപ്പെടുകയും പലരും അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ പെയ്ഡ് ന്യൂസ് നിർബാധം തുടരുകയും ചെയ്യുന്നു. അല്ല, തീർച്ചയായും സ്വയം നിയന്ത്രണം തന്നെയാണ് ഏറ്റവും നല്ല നിയന്ത്രണം. മാധ്യമ ചരിത്രത്തിൽ എല്ലാ കാലത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അത് തന്നെയാണ്, സെൽഫ് റെഗുലേഷൻ. പക്ഷെ ഇത് നടക്കുന്നില്ല. ഇന്ത്യയിൽ മാത്രമല്ല. തിരിച്ചു വരാൻ താങ്കളെ ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇവിടെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യം ഒരു സ്വയം നിയന്ത്രണം, മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ അതിന് തയ്യാറാകണം. അതാണ് പെയ്ഡ് ന്യൂസ് പോലെയുള്ള പ്രവണതകളെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. അതല്ലാതെ നിയമം മൂലം ഇതിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം സെൻസർഷിപ്പിലേക്ക് നീങ്ങുമെന്നാണ്. താങ്കൾ ആ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ടോ? തിരിച്ചു വരാൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ, ക്ഷമിക്കണം താങ്കൾ, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജെ ഗോപികൃഷ്ണൻ, ഇപ്പോൾ പെയ്ഡ് ന്യൂസ് ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതിനുള്ള കാരണങ്ങൾ പരിശോധിച്ച പാർലമെന്ററി സമിതി കണ്ടെത്തിയിട്ടുള്ളത് മാധ്യമ സ്ഥാപനങ്ങളിലെ കരാർ സംവിധാനം ഉൾപ്പെടെയുള്ള മോശം തൊഴിൽ സാഹചര്യങ്ങൾ പെയ്ഡ് ന്യൂസ്, അതായത് പണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ഥാപന മേധാവികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വാർത്തയുടെ മൂല്യങ്ങൾ ചോർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ വാല്യൂഡ് ന്യൂസിനപ്പുറത്തേക്ക് പെയ്ഡ് ന്യൂസ് ഇടം പിടിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ശരിയാണോ? ഇതിനകത്ത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ശമ്പളം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇത് മുതലാളിയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴക്കും ശിക്ഷനെന്ന് പറഞ്ഞ പോലെയാണ് താഴത്തെ തട്ടിലുള്ള കാര്യം. ഇത് മാധ്യമങ്ങളുടെ മുകളിൽ നിന്ന് മാനേജ്മെന്റ് തലത്തിൽ തന്നെ പാക്കേജുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷൻ സമയത്ത് കൊടുക്കുകയാണ്. ഇത് സാധാരണ ഒരു പത്രപ്രവർത്തകനിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. സാധാരണ ഒരു പത്രപ്രവർത്തകർ ചിലരൊക്കെ ഉണ്ടായിരിക്കാം, അത് ഏത് രാജ്യത്തും ഏത് പ്രൊഫഷനിലും ഉള്ളതുപോലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇതിനകത്ത് സ്വയം നിയന്ത്രണം എന്ന് പറയുന്ന
ഒരു അവസ്ഥയിൽ അത് അതിക്രമിച്ചിരിക്കുക. ഇത് ഒരുപാട് കള്ളനാണയങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് മാധ്യമ പ്രവർത്തനത്തിനകത്ത് ഇടപെടുക എന്ന് പറഞ്ഞാൽ വാർത്തയിൽ ഇടപെടുക എന്നുള്ളതല്ല. ഇതിനകത്ത് ആരെങ്കിലും ഇന്ത്യയിലെ IPCO CRPCO വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൃത്യമായി ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? മാധ്യമങ്ങൾക്ക് എന്ത് വാർത്തയും പടച്ചുവിടാം, പിന്നീട് പോലീസൊന്നും കേസെടുക്കാതിരിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ മാറ്റിയിട്ട് കൃത്യമായ തെറ്റ് ചെയ്യും. ഇന്ത്യയിൽ എത്രയോ ആളുകൾ കള്ള സ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഡൽഹിയിലെ ഏതോ സ്കൂളിലെ ടീച്ചറെ കുറിച്ച് തെറ്റായ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയും പിന്നീടത് തെറ്റാണെന്ന് കണ്ടെത്തി. ആ വ്യക്തിക്കെതിരെ ഒരു ആക്ഷൻ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം പിടിയിലായത് സുഭാഷ് ചന്ദ്രയുമായി ബന്ധപ്പെട്ട CTV കേസിലാണ്. പിന്നീട് അദ്ദേഹം ജയിലിൽ പോയത് പാവപ്പെട്ട സ്കൂൾ ടീച്ചറോട് കളിച്ച് ആരും പിടിക്കാതായപ്പോൾ നവീൻ ജിൻഡാലിനുമായി കളിച്ച് അദ്ദേഹം ജയിലിനകത്ത് പോയി. 2 പേർ അകത്തായതിൽ ഒരാൾ ഈ പറഞ്ഞ പ്രമുഖ സമീർ അഗർവാൾ എന്നയാളുടെ കൃത്യമായ പേരെനിക്ക് ഓർമ്മയില്ല, പ്രശസ്ത ടെലിവിഷൻ ആങ്കറാണ്. അദ്ദേഹമായിരുന്നു ആദ്യ കള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പുതുതായിട്ടൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ ബാലവേശ്യ വൃത്തി നടത്തുന്ന സ്കൂൾ ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിന് സർവീസിൽ പ്രൊമോഷൻ ലഭിക്കുകയും പിന്നീട് അദ്ദേഹം CTVയിലെത്തുകയും CTVയിലെത്തി നവീൻ ജിൻഡാലുമായിട്ട് കളിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടത്. ഞാൻ പറയുന്നത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ജനാധിപത്യത്തിൻ്റെ കാവൽനായ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അഴിമതിക്കെതിരെ ശക്തമായി എഴുതുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് അഴിമതിക്കെതിരെ എഴുതുകയും മറുഭാഗത്ത് പെയ്ഡ് ന്യൂസ് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വശംവദരായി വാർത്ത കൊടുക്കുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും. കഴിഞ്ഞ ദിവസം കപിൽ സിബൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അഴിമതി സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്, പെയ്ഡ് ന്യൂസ് നിങ്ങളിലുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയക്കാരെ വിമർശിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് തുറന്നു പറച്ചിലാണ്. അതെ, മാധ്യമപ്രവർത്തകർ പണം വാങ്ങി ബാഹ്യമായ സ്വാധീനത്തിന് വഴങ്ങി ആണ് കാര്യങ്ങൾ എഴുതുന്നത്, നമ്മെ അറിയിക്കുന്നത് എന്ന് അറിഞ്ഞാൽ തകരുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ്. ഈ അഴിമതിയെയും അതിക്രമങ്ങളെയും എതിർക്കുന്നതിനുള്ള മാധ്യമങ്ങളുടെ ധാർമ്മിക ശക്തിയാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ടാണ് പെയ്ഡ് ന്യൂസ് എന്നത് വലിയ വിപത്തായി നമ്മൾ കാണുന്നത്. പെയ്ഡ് ന്യൂസ് മാത്രമല്ല, മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്ന പലതരത്തിലുള്ള അത്യാചാരങ്ങളും അനാശാസ്യമായ പ്രവണതകളും മാധ്യമരംഗത്തുണ്ട്. ഇതെല്ലാം തടയപ്പെടേണ്ടതാണ്. പക്ഷെ എങ്ങനെ തടയും എന്ന ചോദ്യം ഇപ്പോഴുമുണ്ട്. കപിൽ സിബലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികളൊക്കെ കുറേ കാലമായി മാധ്യമങ്ങളെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെടുന്നവരാണ്. ഇപ്പോഴത്തെ പ്രസ് കൗൺസിൽ ചെയർമാൻ മാർക്കണ്ഡേയ കഡ്ജ് പോലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്, മാധ്യമങ്ങളെ നിയന്ത്രിക്കണം എന്ന പക്ഷത്താണ് അദ്ദേഹവും നിൽക്കുന്നത്. അത്തരം ശക്തികൾ ആധിപത്യം സ്ഥാപിച്ചാൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം അസാധ്യമാകും. പക്ഷേ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഉറപ്പുവരുത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മാധ്യമരംഗത്തെ കള്ളനാണയങ്ങളും കപട പ്രവാചകരും ഒക്കെ ചേർന്ന് മാധ്യമരംഗത്തെ വളരെയേറെ കലുഷമാക്കിയിരിക്കുന്നു. അതൊരു അനാശാസ്യ പ്രവർത്തനത്തിന്റെ രംഗമാക്കി മാറ്റിയിരിക്കുന്നു. ഇതെങ്ങനെ തടയാൻ കഴിയും എന്നത് കുറെ കൂടി ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ 2 പ്രസ് കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രസ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ് കൗൺസിൽ രൂപീകൃതമായത്. അതിനുശേഷം ഇപ്പോൾ 30-35 വർഷങ്ങളായി ടെലിവിഷൻ വന്നിരിക്കുന്നു, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നിരിക്കുന്നു, പത്രങ്ങൾ തന്നെ സ്വഭാവം മാറിയിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഒരു മീഡിയ കമ്മീഷൻ രൂപീകരിക്കണം. ഇന്ത്യൻ മാധ്യമരംഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ പഠനമുണ്ടാവണം. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മേൽ നടപടി എന്തു വേണം എന്നതിനെക്കുറിച്ച് പാർലമെന്റിന് ആലോചിക്കാവുന്നതാണ്. ശ്രീ MG രാധാകൃഷ്ണൻ, പൊതുജനത്തിൻ്റെ അറിയാനുള്ള അവകാശത്തെ, അതായത് വസ്തുതകൾ അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെയ്ഡ് ന്യൂസ് ഇല്ലാതാക്കാൻ ഉള്ള ഫലപ്രദമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമമൂലം ഉണ്ടാകണമെന്നതാണ് പാർലമെന്ററി സമിതി ഇവിടെ ഒരു നിർദ്ദേശങ്ങളിൽ ഒന്ന്. അതായത് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും വീഡിയോകളും ചലച്ചിത്രങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിയമം കൊണ്ട് വസ്തുതകളെല്ലാം പൊതുജനത്തെ അറിയിക്കാൻ, നിഷ്പക്ഷമായ സത്യസന്ധമായ വസ്തുതകൾ പൊതുജനങ്ങളെ നിയമം കൊണ്ട് പൊതുജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ കഴിയും എന്ന് പറയുന്നതിൽ ഒരു അബ്സർഡിറ്റി, ഒരു അസംബന്ധതയില്ലേ?
അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഇത് ഒരു തരത്തിലൊരു സെൻസർഷിപ്പായി തന്നെ മാറില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പത്രപ്രവർത്തനത്തിന് വികലമായ രീതിയിൽ പത്രപ്രവർത്തനം നടത്തുന്ന ചരിത്രം പുതിയതല്ല. കാരണം 19ാം നൂറ്റാണ്ടിലാണ് അബ്യൂസ് ഓഫ് പവർ ബൈ ദ പ്രസ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയമായി ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും വൻതോതിൽ പത്രമുതലാളിമാർ പത്രപ്രവർത്തനത്തിന് പത്രസ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്നതിനെക്കുറിച്ച് വലിയ വ്യാപകമായ ചർച്ച. റാൻഡോൾഫ് ഹേസ്റ്റ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ പത്രമുതലാളിയുടെ പത്രപ്രവർത്തന ദുരുപയോഗത്തെക്കുറിച്ചാണ് പ്രശസ്തമായ സിനിമ സിറ്റിസൺ കെയ്ൻ ഓൾസൺ വെൽസ് ഇറക്കിയത്. അത് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്താണ്. ഇന്ത്യയിലാണെങ്കിൽ ഝൂട്ട് പ്രസ് എന്ന് വിളിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ പത്ര മുതലാളിമാരെ വിളിച്ചതാണ്. അത് ഝൂട്ട് പ്രസ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ കള്ളന്മാരുടെ പ്രസ് എന്നും അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ പത്രപ്രവർത്തനമെന്നും ജൂട്ട് മുതലാളിമാരുടെ പത്രം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. ഞാൻ പറയുന്നത് ഇതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനത്തിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാൻ, കൂടുതൽ സത്യസന്ധമാക്കാൻ ഉള്ളിൽ നിന്നുള്ള നിയന്ത്രണമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ലോകം മുഴുവൻ പത്രസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ വികലമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാത്രമേ മാർഗമുള്ളൂ. പുറത്തുനിന്നുള്ള എന്ത് തരത്തിലുള്ള നിയന്ത്രണവും എന്ത് തരത്തിലുള്ള നിയമവും പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും അത് ആത്യന്തികമായി ജനാധിപത്യത്തെ ഹനിക്കുകയും ചെയ്യും. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ കഴിയും. അതാണ് നേരത്തെ പറഞ്ഞത്. ജനപ്രാതിനിധ്യ നിയമം കൂടുതൽ കർശനമാക്കുകയും ഭേദഗതി കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഈ പെയ്ഡ് ന്യൂസിനൊരു വലിയ പരിധിവരെ നിർത്തൽ ചെയ്യാൻ പറ്റും. IPC നിയമം മറ്റും ലംഘിക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ മതി. അത് അകത്ത് കയറി ഒന്നുള്ള പുതിയ തടസ്സങ്ങളല്ല വേണ്ടത്. അതുപോലെ തന്നെ പാർലമെൻ്ററി പാനൽ ഇത്തവണ മുന്നോട്ട് വെച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളിലൊന്ന് ഈ ക്രോസ് ഓണർഷിപ്പിന് നിയന്ത്രണം വരണം. ഒരു പത്രക്കുത്തക തന്നെ ഈ ടെലിവിഷനിലും അച്ചടി മാധ്യമങ്ങളിലും ഒക്കെ സ്വാധീനം ഒക്കെ ഉണ്ടാക്കി ഒരു വലിയ കുത്തകവൽക്കരണത്തിന് വഴിതെളിക്കുന്നത് പത്രസ്വാതന്ത്ര്യത്തിന്, സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് അപകടകരമാവും എന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പാർലമെൻറ്റ്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച പാർലമെൻ്ററി പാനൽ അത് വീണ്ടും നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പത്രസ്വാതന്ത്ര്യത്തെ പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തൽക്കും വിധേയമാക്കാതെ തന്നെ നിലവിലുള്ള നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഈ കാര്യമെല്ലാം ആലോചിക്കാൻ വേണ്ടത് ഒരു പുതിയ പ്രസ് കമ്മീഷനും അല്ലെങ്കിൽ ഒരു മാധ്യമ കമ്മീഷനും ഒരു പുതിയ മാധ്യമ കൗൺസിലും എല്ലാം ചേർന്ന് ഈ മാർക്കണ്ഡേയ കഡ്ജുവിനെ പോലെയുള്ള ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും അമിതമായുള്ള വായാടിത്തരം കൊണ്ട് സ്വേച്ഛാധിപത്യത്തിനെ സഹായിക്കുന്ന തരത്തിലുള്ള ആൾക്കാരല്ല വേണ്ടത്. കൂടുതൽ ഉന്നതരായിട്ടുള്ള, കൂടുതൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള, ഉദ്ബുദ്ധരായിട്ടുള്ള ഒരു വലിയ ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു വലിയ വിഭാഗത്തിനെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് എന്തൊക്കെ തീരുമാനങ്ങൾ വേണം, എന്തൊക്കെ നിർദ്ദേശങ്ങൾ വേണം എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടുത്തെ വ്യവസായ ലോബിയുടെ പ്രശ്നമാണ് ഇവിടെയുള്ളത്. നേരത്തെ പറഞ്ഞ ചിട്ടി കമ്പനിക്കാരൊക്കെ നമ്മൾ ക്രോണിക് ക്യാപിറ്റലിസ്റ്റിൻ്റെ കാലത്താണ്. ഇന്ത്യയിലെ സ്വകാര്യ വ്യവസായ മേഖല ആകെ വളരെയധികം ജീർണിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഇമ്പാക്റ്റ് മാധ്യമരംഗത്ത് ഉണ്ടാവാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തെയും സ്വതന്ത്ര പത്രപ്രവർത്തനത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്നവർ, നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഒരു പുതിയ മാധ്യമ സംവിധാനം, ഒരു മാധ്യമ കൗൺസിൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. അതിനോടൊപ്പം ഇലക്ഷൻ കമ്മീഷനും മറ്റും നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ. ഒരിക്കൽ കൂടി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ചിട്ടി കമ്പനി ഉടമകൾ മാത്രമല്ല, ബെന്നറ്റ് ആൻഡ് കോൾമാനെ പോലെ പേരും പ്രശസ്തിയുമുള്ള കമ്പനികൾ വരെ പെയ്ഡ് ന്യൂസ് എന്ന സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു സ്ഥാപനം, ബെന്നറ്റ് ആൻഡ് കോൾമാനെ പോലെയുള്ള ഒരു സ്ഥാപനം പെയ്ഡ് ന്യൂസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, മറിച്ച് മറ്റു താല്പര്യങ്ങളുണ്ടാകാം അതിന് പിന്നിൽ. ആ ഒരു സാഹചര്യത്തിൽ സ്വയം നിയന്ത്രണം എന്ന വാദം എത്രത്തോളം സഹായകമാകും ഇത്തരം ദുശ്ശീലങ്ങളെ നിയന്ത്രിക്കാൻ? അതെ, മാധ്യമങ്ങളെ പുറമേ നിന്ന് ആരും നിയന്ത്രിക്കരുത്, മാധ്യമ പ്രവർത്തനത്തിൽ ഇടപെടരുത്, മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിക്കട്ടെ, മൂല്യബോധമുള്ള മാധ്യമപ്രവർത്തകരാണ് നമുക്കുള്ളത് എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ഞങ്ങളുടെ വാദത്തെ എല്ലാം അപ്പാടെ നിരാകരിച്ചുകൊണ്ടാണ് പ്രമുഖമായ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ബെന്നറ്റ് കോൾമാൻ എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസാധകരാണ്. നിർഭാഗ്യവശാൽ പെയ്ഡ് ന്യൂസ് എന്ന പ്രതിഭാസം ആരംഭിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നൽകാൻ കഴിയും. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു,
കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്.